നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച് താരദമ്പതികളായ ജയറാമും പാർവതിയും രാജ്ഭവനിൽ എത്തിയാണ് ഇരുവരും ഗവർണറെയും പത്നി രേഷ്മ ആരിഫിനെയും സന്ദർശിച്ചത്. ജയറാമും പാർവതിയും ഗവർണർക്കും പത്നിക്കും കസവ് പുടവ സമ്മാനിച്ചു. സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ രാജ്ഭവൻ PRO എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഗവർണറുമായും ഭാര്യയുമായും ജയറാമും പാർവതിയും സംവദിച്ചു. ഗവർണർക്കും പത്നിക്കും സമ്മാനമായി കസവ് പുടവ നൽകിയ ശേഷമാണ് ഇരുവരും രാജ്ഭവനിൽ നിന്ന് മടങ്ങിയത്. ഇവർ സന്ദർശനത്തിന് എത്തിയത് മറ്റെന്തെങ്കിലും കാര്യം ഗവർണറുമായി സംസാരിക്കാനാണോ എന്നതിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഗവർണർ താരങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന്റെയും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ എത്തിയിരുന്നു. കേരള സർവകലാശാല സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അധ്യക്ഷത വഹിച്ചത് ചട്ടവിരുദ്ധമെന്ന VCയുടെ റിപ്പോർട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമർപ്പിച്ചു. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. മന്ത്രിയെ അറിയിച്ചിട്ടും മന്ത്രി യോഗ നടപടികൾ ആരംഭിച്ചതായും അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസ്സായതായി യോഗത്തെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗവർണർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് VC റിപ്പോർട്ട് നൽകിയത്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. മന്ത്രിയെ അറിയിച്ചിട്ടും മന്ത്രി യോഗ നടപടികൾ ആരംഭിച്ചതായും അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസ്സായതായി യോഗത്തെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യോഗത്തിൽ പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങൾ 2 പേരുകൾ നിർദ്ദേശിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശിച്ച പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ സ്വീകരിക്കാൻ സാധ്യതയില്ല. VC അധ്യക്ഷത വഹിക്കേണ്ട യോഗത്തിൽ ചാൻസലറുടെ അനുമതി കൂടാതെ മന്ത്രി അധ്യക്ഷത വഹിച്ചത് ക്രമവിരുദ്ധമാണെന്ന് ഗവർണർ മന്ത്രിയെ അറിയിക്കും. അനുമതിയില്ലാതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കരുത് എന്നും മന്ത്രിയോട് ഗവർണർ ആവശ്യപ്പെടും. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെനറ്റ് യോഗം റദ്ദാക്കാനും വീണ്ടും പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ VCക്ക് നിർദ്ദേശം നൽകാനുമാണ് സാധ്യത. വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് സെനറ്റ് യോഗം വിളിച്ചത്. എന്നാൽ മന്ത്രി VCയെ മറികടന്ന് അധ്യക്ഷയാകുകയും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. എന്നാൽ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമോപദേശവും തേടിയിരുന്നു. സെനറ്റ് യോഗത്തിന്റെ തീരുമാനം ചാൻസലർ കൂടിയായ ഗവർണർക്ക് റദ്ദാക്കാനാകും. സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികൾ കൂടി പരിഗണിച്ചാണ് വിശദമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.